നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കുടുംബം ഭാഗ്യപ്പെട്ട കുടുംബം, അനുഗ്രഹീതരായ മാതാപിതാക്കള്, അനുഗ്രഹിക്കപ്പെട്ട മക്കള്. ദൈവം ഒത്തിരി കൃപകൾ നൽകി നമ്മുടെ കുടുംബത്തെ വളർത്തി ഉയർത്തി നമ്മുടെ കുടുംബത്തിൻ്റെ വഴികളിലെല്ലാം അവിടെ നിന്ന് കൂടെ നിന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു. ജോസേട്ടനും കുഞ്ഞേച്ചിയും പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു. രണ്ടുപേരും ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് എന്ന നിലകളിലെത്തി അങ്ങനെ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ച് അവിടെ നിന്ന് വിരമിക്കാനായിട്ട് ദൈവം ഇടവരുത്തി. ദൈവമേ നന്ദി. തീർച്ചയായിട്ടും മനോഹരമായ ഒരു കുടുംബം പടുത്തുയർത്തിയെങ്കിൽ അതിൻ്റെ പുറകിൽ ഏറെ കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും ദാരിദ്ര്യ ദുഃഖത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുണ്ട്. അത് ഞങ്ങൾ മറക്കുന്നില്ല. മക്കളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറെ അഭിമാനിക്കാനും സന്തോഷിക്കാനുമുണ്ട്. ജിജോ, ജിൽജോ, ജിൻഡോ. ജിജോ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം വികാരനിർഭരമാണ്. കുടുംബത്തിൻ്റെ മൂത്ത സന്താനം മിടുക്കനായി വളർന്നു, വിദ്യാഭ്യാസം പൂർത്തിയാക്കി, നല്ല ജോലി ലഭിച്ചു, വിവാഹിതനായി ഒരു കുടുംബം പടുത്തുയർത്തുന്ന സമയം അവിചാരിതമായ നിമിഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അവനെ രോഗത്തിലൂടെ തിരിച്ചു വിളിച്ചു. ആ വേർപാട് നമ്മുടെ കുടുംബത്തിന് താങ്ങാവുന്നതായിരുന്നില്ല. എങ്കിലും ജോസേട്ടനും കുഞ്ഞേച്ചിയും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ശ്രമിച്ചത് ആ നാളുകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. ജി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കണം, നമ്മെ ആശ്വസിപ്പിക്കുന്നു, എന്നും നമ്മെ ആശ്വസിപ്പിക്കണം. ഈ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജീമോൻ സ്വർഗത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ജസീന്റെയും ജോസും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവര് എന്ത് കാര്യത്തിനും ഞങ്ങളുടെ മുമ്പിലുണ്ടാവും. ഇപ്പൊ ഈ പ്രായത്തിന്റെ അധികം കൊണ്ടൊക്കെയാണ് അവരിപ്പോൾ അധികം വരാത്തത്. ഇപ്പൊ എന്നാലും നിവൃത്തിയുള്ളിടത്തോളം അവര് ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ വീട്ടിലേക്ക് വരും, ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ നീങ്ങണത്. ഞങ്ങളുടെ രണ്ടാമത്തെ കല്യാണമാണ്. കാരണം ഞാൻ പോർട്ടുഗലിൽ ജോലി ചെയ്യുന്നു, അപ്പൊ എനിക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ അവരുടെ മൂത്ത മോൻ പെട്ടെന്ന് മരിച്ചു. അവർക്ക് 3 ആൺപിള്ളേരായിരുന്നു. ഞങ്ങൾ അധികം കണ്ടുമുട്ടുന്നത് കാഞ്ഞൂര് ഇവരുടെ വീട്ടില്, ജസീന്തയുടെയും മേരിയുടെയും വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകും. അവിടെ വെച്ച് അവരും ഉണ്ടാവും. ഞങ്ങൾ ഒത്തിരി സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിക്കലും പിടിക്കലും ആ സമയങ്ങളൊക്കെ കഴിച്ചു കൂട്ടണത്. പിന്നെ ഏത് സമയത്ത് ചെന്നാലും നമ്മളോട് വളരെ നല്ല മാതിരി ഇടപെടാനൊക്കെ രണ്ടുപേർക്കും അറിയാം. പിന്നെ ഇവരെ നമുക്കറിയാമല്ലോ, അവര് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ജോസിന് അവാർഡൊക്കെ കിട്ടിയേക്കണതാണ്. അവാർഡ് മേടിക്കാനായിട്ട് അവര് ഡൽഹിക്ക് പോയായിരുന്നു. അബ്ദുൽ കലാം ആയിരുന്നു അന്ന് രാഷ്ട്രപതി. അവിടെ എത്തുന്ന അവാർഡൊക്കെ മേടിച്ചിട്ടൊക്കെയാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും നിർധന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ആ കുടുംബത്തിനെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് ആക്കിയത് എൻ്റെ ചേട്ടനും ചേച്ചിയുമാണ്. അവരുടെ 50 വർഷത്തെ വിവാഹ ജീവിതം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷപ്രദമായി ഇന്നീ ദിവസം വരെ അവർ ഒന്നിച്ചു ജീവിച്ചും മക്കളെ പോറ്റിയും ഞങ്ങളെ വളർത്തിയും ഈ സമൂഹത്തിന് ഒരു ആദരണീയമായ സേവനം, അതായത് സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും നല്ല അധ്യാപകനായിട്ടുള്ള അവാർഡും നേടി ഞങ്ങളുടെ കുടുംബത്തെ ഇന്നീ നിലയിലേക്ക് എത്തിച്ചതിന് നല്ലൊരു പങ്ക് വഹിച്ച അവർ ഇന്നും
ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവമാണ്. ചേട്ടനും ചേച്ചിയും അതായത് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്കും എന്നും ഒരു മാതൃകയായിരുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അത് ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അവരുടെ ആ ജീവിത മാതൃക. അവരുടെ കുടുംബജീവിതം 50 വർഷം സന്തോഷപ്രദവും സന്തോഷത്തിലും ദുഃഖത്തിലും അവർ ഒന്നായി ഞങ്ങളുടെ കുടുംബത്തെയും അവരുടെ കുടുംബത്തെയും നല്ല രീതിയിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും അവർക്ക് എന്നും ഈശ്വരൻ നൽകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാ കാര്യത്തിലും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അതിന് വേണ്ട സഹായങ്ങളും എല്ലാം നൽകാനും കാണിച്ചിട്ടുള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഓർമ്മ. ചേച്ചിയുടെ കല്യാണം, ചേച്ചി മറ്റൊരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് TTC കഴിഞ്ഞ് പുതിയടുത്ത സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ കല്യാണം നടക്കുന്നത്. ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞതായിട്ട് ചേച്ചിമാരുടെ വിവാഹത്തിന് മുമ്പ് ഓർക്കണില്ല. കാരണം ഞാനും എൻ്റെ ചേട്ടനും മുതലുള്ളവരാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായത്. മറ്റുള്ളവരൊക്കെ തറവാട്ടില്ല. ഞങ്ങളിലൊക്കെ മൂത്തതുകൊണ്ട് അവരൊക്കെ പഠിച്ച് അവരൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങളുടെയൊക്കെ പഠനങ്ങൾ. അപ്പം ആ സമയത്ത് ചേച്ചി സ്കൂളിൽ പോകുന്നതും വരുന്നതും ഇങ്ങനെ നടക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ റോഡിൽ കിட்ட നടക്കുമ്പോൾ എന്തെങ്കിലും ഇലയൊക്കെ പറിച്ച് ഇങ്ങനെ ആ പോകുന്ന രംഗങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഞാൻ 1983 82 ഇവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരിയെ കാണാൻ ചെല്ലുന്ന ആ ദിവസം മുതൽ ഈ ചേട്ടനെ എനിക്ക് അറിയാം. അതിനുശേഷം ഞങ്ങളുടെ കല്യാണത്തെ സംബന്ധിച്ചാലും എൻ്റെ അറിവ് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി എന്നെക്കുറിച്ച് നടത്തിയതും ഒക്കെ ഞാൻ മനസ്സിലാക്കി അറിഞ്ഞു. അതുപോലെ ഞാൻ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിടത്തോളം ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവരുടെ വീടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാര്യയുടെ വീട്, ജസീന്ദ ചേച്ചിയുടെ വീട് ആയാലും ഒരു കാരണവർ അപ്പച്ചനുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു അടുത്ത സഹായി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ കാര്യങ്ങളിലും. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചതിന് ശേഷം ചേച്ചിയുടെ കല്യാണം വരെ കാര്യങ്ങളെല്ലാം നടത്താൻ ഉള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് ഇദ്ദേഹമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ വന്നിട്ടായാലും ബാക്കിയുള്ള കല്യാണങ്ങളിലുമൊക്കെ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും എല്ലാം ഒരു പ്രധാന കണ്ണിയായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഈ ചേട്ടൻ. അന്നേരം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്തായിട്ട് വന്ന ചേട്ടനായിരുന്നു. ചേട്ടന് ഒരു അപ്പച്ചന് ഏറ്റവും വലിയ സഹായമായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കാനും ഒക്കെ ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ചേട്ടൻ എൻ്റെ ആങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന മൂത്ത മോൻ അത് ഞങ്ങളുടെ ഒരു സ്വന്തം ചേട്ടനായിട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ അനിയത്തിമാരായിട്ട് കൊണ്ടുപോകും എല്ലാത്തിനും. ഇങ്ങനെ ഓരോ ഓണവും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ ആയിട്ട് ചേട്ടൻ വരുന്നതും അതൊക്കെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുള്ള വിളിയും ഒക്കെ എന്നും ഇങ്ങനെ ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശേഷ ദിവസങ്ങളിലെല്ലാം ഒരുമിച്ച് കൂടുകയും അല്ലാതെയും മിക്കവാറുമൊക്കെ ഞങ്ങളാണ് ഇച്ചിരി അകലെയുള്ളത്, ബാക്കിയുള്ളവരൊക്കെ അടുത്താണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കൂടുകയും സന്തോഷിക്കുകയും എല്ലാ രീതിയിലുള്ള സന്തോഷപ്രദമായ കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് സന്തോഷകരമായി കഴിഞ്ഞിരുന്ന കാലഘട്ടമാണ് ഞങ്ങളുടെ നല്ല കാലഘട്ടം. ഇപ്പോഴാണ് പിന്നെ ഓരോരുത്തർ വയസ്സായി അല്ലെങ്കിൽ അസുഖങ്ങളായി ഒക്കെ അല്പം പിന്നോക്കം പോയത്. ഇപ്പം പഴയ മാതിരിയുള്ളതായ
കൂടിച്ചേരലുകളൊന്നും അത്രമാത്രമൊന്നും ഭാര്യ വീട്ടിൽ നടക്കുന്നില്ല. നടന്നിരുന്നെങ്കിൽ ഇപ്പോഴും ഈ കുറെ കൂടി ഇതായിട്ട് പോയേനെയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ശരി, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. ചേട്ടനെ ചേച്ചി വീടുകളിൽ കൂടി അവരുടെ പ്രധാനപ്പെട്ട മക്കളുടെ ആവശ്യങ്ങൾക്കും എല്ലാം അല്ലാതെയും മക്കളുടെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ പോയി സഹകരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ഒന്ന് സഹകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ അടുത്ത ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പല്ലേ ഞങ്ങൾ ഈ ചേട്ടനും ചേച്ചിയെ സന്ദർശിക്കുകയും പരസ്പരം സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വന്തം ജ്യേഷ്ഠൻ എന്ന രീതിയിലുള്ള പരിഗണനയാണ്, ജ്യേഷ്ഠൻ അനിയൻ എന്നുള്ള രീതിയിലാണ് പരിഗണനയാണ് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. 38 വർഷങ്ങൾക്ക് മുമ്പ് പെരുമായൻ കുടുംബത്തിന്റെ മരുമകളായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് ചേട്ടനും ചേച്ചിയായിരുന്നു. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തോട്ടത്തിലെ ഒരു തെങ്ങ് വളർന്നു വലുതാകാണ്. ആ തെങ്ങ് വളരുന്നതോടൊപ്പം തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ മരങ്ങളെയും തൻ്റെ വളർച്ചയിൽ കൂട്ടിച്ചേർത്ത് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ആ തെങ്ങാണ് ചേട്ടൻ. ആ തെങ്ങിനോടൊപ്പം ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം, അല്ലെങ്കിൽ പെരുമായൻ കുടുംബത്തിന്റെ രഹസ്യം. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസമാണ്. ഞാനും ചേട്ടനും തമ്മിൽ ഏതാണ്ട് 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടനെ ഒരു ചേട്ടൻ എന്നുള്ള സ്ഥാനത്തേക്കാൾ ഉപരി എൻ്റെ ഒരു രക്ഷകർത്താവ് എന്നുള്ളൊരു സ്ഥാനത്താണ് ഞാൻ ചേട്ടനെ പ്രതിഷ്ഠിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നേതൃസ്ഥാനത്ത് നിന്ന് എല്ലാ പരിപാടികളും വേണ്ട രീതിയിൽ നോക്കി നടത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ആദ്യത്തെ മരുമകനാണ് ജോസ് അളിയൻ. ആദ്യത്തെ മരുമകൻ എന്ന നിലയിൽ അളിയൻ ഈ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങളിലും വലിയ ഉത്തരവാദിത്വവും പങ്കും വഹിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും അപ്പനും അളിയൻ എന്നും വലിയ പിന്തുണയും പിൻബലവുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് പോകുന്നതിൽ അളിയൻ വളരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അളിയൻ വളരെ സ്നേഹസമ്പന്നനും ചേച്ചിയെ വളരെ ശ്രദ്ധിച്ച് വളരെ തന്മയത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ജോസ് അളിയൻ. കുറച്ചു കാലം ഞാനൊരു അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഞങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട് ചേട്ടൻ ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് ചേട്ടൻ ഒരുപാട് സെൻറ് മേരീസ് LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന സമയത്താണ് ചേട്ടന് സംസ്ഥാന അവാർഡും അടുത്ത വർഷം ദേശീയ അവാർഡും ലഭിച്ചത്. സംസ്ഥാന അവാർഡ് ചടങ്ങിൽ സംബന്ധിക്കുന്നതിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസരം ലഭിച്ചു. വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു. അളിയൻ ചേച്ചിനെ നന്നായിട്ട് നോക്കുകയും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അളിയൻ്റേത്. മക്കളുടെ കാര്യങ്ങളിലായാലും രണ്ടുപേരും ഒരുമിച്ച് അവരെ പഠിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് HDCക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ജോസ് അളിയനാണ് പ്രയത്നിച്ചതും ആ അഡ്മിഷൻ വാങ്ങി തന്നതും. ആ കാര്യം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ഈ വീട്ടിലെ തുടർന്ന് വന്ന എല്ലാ മരുമക്കളുമായി വളരെ സൗഹാർദ്ദത്തിൽ ആയിരുന്നു ഞങ്ങളുടെ ആദ്യ മരുമകനായ ജോസ് അളിയൻ. ജോസ് അളിയൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മാർഗദർശിയും ഒരു വഴികാട്ടിയുമായിരുന്നു.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു ചേച്ചി, കുഞ്ഞേച്ചി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരിയായ ചേച്ചിയായിരുന്നു. ചേച്ചീനെ ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഈ വീട്ടിൽ നിന്നും വിവാഹം ചെയ്ത് അയക്കുവാൻ സാധിച്ചത്. കുഞ്ഞേച്ചി ഇവിടെ വരുമ്പോൾ ഈ വീട്ടില് എല്ലാ കാര്യങ്ങളിലും ചേച്ചി സപ്പോർട്ടായിരുന്നു. ഒരു വീട്ടിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രീതിയിൽ ചേച്ചി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും മാറി നിൽക്കുകയോ ഒന്നും ചെയ്യാതെ വീട്ടിലെ സ്വന്തം ആയിട്ട് ചേച്ചി എല്ലാവരോടും പെരുമാറുകയും, ഞങ്ങളുടെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ കുഞ്ഞേച്ചി എല്ലാ കാര്യങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തുകയും അവരെ സ്വന്തം അമ്മേനെ പോലെ തന്നെ നാട്ടിലും അവർക്ക് ഇടട്ട് നാട്ടിൽ ചെന്നാലും ഈ മക്കൾക്ക് ഭയങ്കര സ്വീകരണമാണ്. അങ്ങനെയാണ് ചേച്ചി അവരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇടാട് വീടും അങ്കിളും ആൻറ്റിയും ആ വീടുമായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ പ്രത്യേക ഒരു ബന്ധമുള്ളതാണ്. കാരണം ഞാൻ അവിടെ LKGയിൽ ആദ്യമായിട്ട് ചേർന്ന് വിജ്ഞാനോടൻ സ്കൂളിലാണ്. അന്ന് സ്കൂൾ പല ദിവസങ്ങളിലും സ്കൂൾ വിട്ടിട്ട് ഞാൻ എടാട് വീട്ടിൽ ചേട്ടന്മാർ കൊണ്ടുപോയിരുന്നു, താമസിക്കുകയായിരുന്നു. അന്ന് തുടങ്ങിയ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആ വീടിനോടുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ആ വീടുമായിട്ട് ഉള്ള ബന്ധവും അവിടെ നിന്നുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ചേട്ടന്മാരുടെ കൂടെയൊക്കെയാണ് കുറെ വെക്കേഷനുകൾ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ വളർന്നു വന്നു. അങ്കിളും ആൻറ്റിയും എന്നും നല്ല സ്നേഹത്തോടെയാണ് വളർത്തിയിരുന്നത്, ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയപ്പോൾ, അതായത് ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ഓർക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2006 കാലഘട്ടത്തിലാണ് ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ടൈമിൽ വീട്ടിൽ നമ്മൾ ക്രിസ്ത്യൻസ് ആകുമ്പോൾ കൂടുമ്പോൾ ചെറിയൊരു കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അന്ന് മീശ വെച്ച് തുടങ്ങുന്ന പ്രായം. ആ ടൈമിൽ പറഞ്ഞ പോലെ പപ്പ അങ്കിൾമാർ കാര്യങ്ങളിലെല്ലാവരും അവനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്കിൾ എന്നോട് ചോദിച്ചു, നീ കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാനൊരു എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ, നീ കഴിച്ചോടാ, ഇവിടെ വീട്ടിൽ നിന്ന് തരുമ്പോഴൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല, പുറത്ത് പോയി കൂട്ടുകൂടി വഷളാവരുത് എന്നുള്ളൊരു ഉപദേശം ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ അങ്കിളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ, അവിടെ ക്രിസ്മസ് ആഘോഷത്തിന് കോളേജിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ കൂട്ടുകാരെ ക്ഷണിച്ചെങ്കിലും ഈ പറഞ്ഞ ഉപദേശം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അതിന് പോയില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയില്ല. കറക്റ്റ് ആ കേസ് അവിടെ വാർഡൻ പിടിക്കുകയും അത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഓർക്കാണ്, ആ ഒരു അങ്കിളുടെ ഉപദേശം എന്നെ അന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ എന്റെ വിവാഹത്തോടനുബന്ധിച്ച് വീണ്ടും മദ്യമായിട്ടുള്ള ഒരു കാര്യം പറയാണ്. വിവാഹത്തോടനുബന്ധിച്ച് എനിക്കൊരു മോതിരം വാങ്ങിച്ചു തന്നിരുന്നു. ഞങ്ങൾ മോതിരം വാങ്ങി ഞാൻ അങ്ങളും കൂടിയാ പോയെ. മോതിരം വാങ്ങിച്ചു തിരിച്ചു പോരുന്ന വഴി പുള്ളി എന്നോട് ചോദിച്ചു, ഞങ്ങൾ 2 വീലറിനെ പോയാ, നമുക്കൊരു ബിയർ അടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ അത്രയ്ക്ക് ആ പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളായിട്ട് ആ ഒരു കമ്പനിയായിട്ട് ഞങ്ങളൊരു ബിയറൊക്കെ അടിച്ച് പോന്നെന്ന്. അപ്പൊ അങ്ങനെ ഇത്ര വലിയ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും എല്ലാവരുമായിട്ട് കൂട്ടുകൂടാനും എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനും അങ്കിൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞ അങ്കിൾ വളരെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും എല്ലാം എടുത്തത് അന്ന് ടേസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഉള്ളൊരു മനസ്ഥിതിയുണ്ട്. ചേട്ടന്മാരുടെ കാര്യം പറയണ്ട, ചേച്ചിമാരും അതുപോലെ തന്നെ. അങ്ങനെ ആ വീടുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം ഓർക്കുകയാണ് ഈ ഘട്ടത്തിൽ. അങ്കിൾക്കും ആൻറ്റിക്കും വിവാഹത്തിന്റെ എല്ലാവിധ ആശംസകളും, വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. എല്ലാവർക്കും ഈ സംശയ സ്ഥിതിയായിരിക്കട്ടെ. അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ വീട്ടിലുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അടുപ്പിന് തീ കുട്ടി കത്തിക്കുവാൻ എനിക്ക് പലപ്പോഴും വിഷമമാണ്. അതുകൊണ്ട് ജസീന്ത വന്നാണ് എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചിരുന്നത്. എല്ലാ കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ജസീന്ത വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത്. എല്ലാ കാര്യത്തിലും അവൾ എപ്പോഴും എൻ്റെ കൂടെ പ്രതിനിധിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ജസീന്തയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ജോസ് അവനെ തന്റെ മകനായി തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ സ്കൂളിൽ ചെന്ന് ജോസ്
ജോസിനോട് പറയുമായിരുന്നു. അപ്പോൾ ജോസ് അതിന്റെ പ്രതിവിധിയെല്ലാം അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. അത് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് യോജിപ്പോടും ഐക്യത്തോടും സഹോദര സ്നേഹത്തോടും കൂടി എല്ലാം ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിയിരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ജോസും അമ്മയും അപ്പച്ചനും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. ജെയിംസ് ചെറുതായിരുന്നു, അവനത്ര പ്രായമില്ലല്ലോ. അതുകൊണ്ട് അവന് ചെറുതായിരിക്കുന്നതുകൊണ്ട് അവനെ എപ്പോഴും കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ജോസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ജോസിനെ പറ്റി പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛന്മാർക്ക് മൂത്ത മകൾ ഷീനയ്ക്ക് വളരെയധികം പറയുവാനുണ്ട്. 1000 നാവുകളാണ് ജോസിനെ കുറിച്ച് അവൾക്ക് പറയുവാനുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ജോസിനോട് പറയുക. പ്രാർത്ഥനയിൽ കൊണ്ടുപോകാനും പള്ളിയിൽ കൊണ്ടുപോകാനും നാടകം കാണിക്കാനും എല്ലാത്തിനുമായി ജോസ് പിള്ളേരെ കൊണ്ടു നടക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയും സുരക്ഷിതരായി കാത്തു സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് നന്നാക്കി പോകുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ജൂബിലി ആഘോഷിക്കുമ്പോൾ മൂത്ത മകൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അപ്പാപ്പന്റെയും അമ്മാമ്മമാരുടെയും കൂടെ മക്കളുടെ അപ്പച്ചന്റെയും അമ്മയുടെയും ജൂബിലി സ്വർഗത്തിൽ ഇരുന്ന് അവർ ആഘോഷിക്കുന്നു. സ്നേഹത്തോടു കൂടി 2 അനുജന്മാരും കൂടി എത്രയോ കാര്യമായിട്ടാണ് അപ്പച്ചന്റെയും അമ്മയുടെയും ജൂബിലി ആഘോഷിക്കുന്നത്. അവർ എത്ര ഔദാര്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവർ എല്ലാവരോടും പെരുമാറിയിരുന്നത്. ആ സ്നേഹവും കാരുണ്യവും ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥന നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇവിടെ ഞങ്ങൾ 2 പേരും പൗളിനും ഞാനും ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരുന്നതുകൊണ്ട് സ്നേഹത്തോടും ഔദാര്യത്തോടും ശാന്തതയോടും കൂടി തന്നെയാണ് ഞങ്ങൾ എല്ലാം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തട്ടെ എന്ന് ദൈവം ആശംസിക്കുന്നു. ഞങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ നിർത്തുന്നു എന്ന സിസ്റ്റർ മാർഗരിയ സ്ത്രീ. എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞേച്ചിയുടെയും ചേട്ടൻ്റെയും ജൂബിലിയുടെ ആശംസകൾ പറയാനായിട്ട്. ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് കുഞ്ഞേച്ചിയും ചേട്ടനെയും ഓർക്കുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോഴേ അവരുടെ കല്യാണം കഴിഞ്ഞു. വീട്ടിലെ സ്വന്തം ഒരു അംഗത്തെ പോലെയായിരുന്നു ചേട്ടൻ എപ്പോഴും. ചേട്ടൻ എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിത്തരികയും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെയായിരുന്നു എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. കുഞ്ഞേച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ ഓർമ്മ വെച്ച പോലെ കിടന്നുകൊണ്ടിരുന്നായിരുന്നു. കുഞ്ഞേച്ചിയുടെ കൂടെയായിരുന്നു. കുഞ്ഞേച്ചിയാണ് പിന്നെ പഠിപ്പിച്ചു തരുന്നതും കണക്ക് പഠിപ്പിച്ചതും ഒക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അപ്പോൾ എല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുകയും ഒപ്പം ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാണ്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എനിക്ക് ഇന്ന് ധ്യാനം തുടങ്ങുന്നതുകൊണ്ട് അതിന് പോകാനുള്ള തിരക്കായതുകൊണ്ട് ഞാൻ വേഗം നിർത്തുവാണ്. അപ്പോൾ 2 പേർക്കും ജൂബിലിയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥന പ്രത്യേകം ഓർത്തേക്കാം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പച്ചനെയും മമ്മീനെയും പറ്റി പറയുമ്പോൾ മെയിനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, മമ്മി പണ്ട് മുതലിട്ട് എല്ലാത്തിനും ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യതയോടുകൂടി ഭയങ്കര ആത്മാർത്ഥത, എന്താ പറയുക, ഭയങ്കര വിശ്വാസത്തോടുകൂടിയും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു പ്രകൃതമാണ്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ പ്രാർത്ഥന മമ്മിക്കൊരു വലിയതാണ്. പിന്നെ അപ്പച്ചനെ പറ്റി പറയുമ്പോൾ എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങാനായിട്ട് വളരെ ആരോഗ്യമുള്ള സമയത്ത് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിലും എന്ത് കാര്യത്തിനായാലും. എൻ്റെ ഓർമ്മയിലൊക്കെ ഇവിടെ വീട്ടിൽ ഈ ജനലിൻ്റെയൊക്കെ സൈഡിൽ കുറേ അന്ന് രാഷ്ട്രീയമൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം മറിച്ച ആൾക്കാർ, അപ്പം മമ്മിയൊക്കെ ഏത് നേരത്തും ഈ ചായ ഉണ്ടാക്കുന്ന ഒരു മെയിൻ പരിപാടി മമ്മിയുടെ ആയിരുന്നു. അപ്പം ഏത് നേരത്തും ഇവിടെ ആൾക്കാരുണ്ടാവും.
ഒന്നല്ലെങ്കിൽ നാട്ടിലെ ഇഷ്യൂ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട്. അപ്പം നിറച്ച ആൾക്കാർ ഏത് നേരവും ചായ ഉണ്ടാക്കുക. അതേപോലെ അപ്പച്ചൻ്റെ ഒരു നിഴലെന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മി കുറെ കാലം എന്നും നടന്നിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ഇപ്പൊ അപ്പച്ചനെ കുറച്ച് വയ്യാതെയായും ഇപ്പം അപ്പച്ചൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും അത്രയ്ക്ക് സപ്പോർട്ടായിട്ട്, നല്ല കട്ട സപ്പോർട്ടായിട്ട് മമ്മിയുണ്ട്. അവര് ഇപ്പൊ അവരുടെ 50 വർഷ ജീവിതം, വിവാഹത്തിന്റെ 50 വർഷ വേളയിൽ ഇത്ര നല്ല സപ്പോർട്ടും ഇത്ര നല്ല എന്താ പറയണേ ഐക്യവും ഒത്തൊരുമയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവരിൽ. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സർവേശ്വരന് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സ്റ്റാർട്ടിങ് മുതലോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മമ്മിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരുടെ ഒരു കുടുംബമായിരുന്നു. അപ്പച്ചൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചെറുതായിട്ടുള്ള കൃഷിയും എന്നാൽ അത്രയ്ക്ക് സാമ്പത്തിക വരുമാനമില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പം അന്ന് കുറേ സ്ട്രഗിളിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ വിവാഹത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം മമ്മിയെ പെണ്ണ് കാണാൻ വരികയും പിന്നീട് അത് അവര് വീടുകളിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് വീട് അത്ര പോരാ, അല്ലെങ്കിൽ അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരവസ്ഥയും, പിന്നീട് ആ കല്യാണം തന്നെ പിന്നീട് വരികയും അവരൊത്തുചേരുകയും ദൈവത്തിൻ്റെ ഇതുകൊണ്ട് അവരൊത്തുചേരുകയും പിന്നീട് അങ്ങനെ അത് മുന്നോട്ട് പോയി. അപ്പം എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദാമ്പത്യത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ദാമ്പത്യത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെയായിരുന്നു മമ്മിക്ക് ചിക്കൻ പോക്സ് എല്ലാം വന്നത്. പക്ഷെ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും അപ്പച്ചന് നല്ല സപ്പോർട്ടായിരുന്നു മമ്മി. ഞാൻ കാണുമ്പോൾ കേട്ടോ, ഇപ്പം ഈ വീട് പണിയുന്ന കാലഘട്ടങ്ങളിലും സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നായാലും വളരെ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടെന്ന് തന്നെ പറയാം. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അപ്പച്ചനും മമ്മിക്കും സാധിച്ചത് ഈശ്വരൻ്റെ കൃപയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ എല്ലാ വീട്ടിലും ഉള്ള പോലെ അവരുടെ ജീവിതത്തിലും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഇണക്കങ്ങളിലും പിണക്കങ്ങളിലേക്കാളൊക്കെ ഉപരി ദൈവമാണ് തങ്ങളെ യോജിപ്പിച്ചതെന്ന ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തിൽ അടിയൂന്നി അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ജീവിതത്തെ മുന്നോട്ട് കെട്ടിപ്പടുത്തത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പം ഈ എല്ലാ കാര്യങ്ങളും സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ ആ സ്ട്രഗിളൊന്നും നമ്മളധികം അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മി മാറിയിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ ശമ്പളം കിട്ടി വന്നു കഴിയുമ്പോഴേക്കും പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടായാലും പല പല മേഖലകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അപ്പം അതിലെല്ലാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല സപ്പോർട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നും എനിക്ക് തോന്നുന്നു. അപ്പച്ചനെ സംബന്ധിച്ച് വന്നു കയറുമ്പോ തൊട്ട് ഈ പല കാര്യങ്ങളെന്നല്ല, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അപ്പച്ചന് ഉള്ളൊരു നോളജ്, അത് നമ്മൾ എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട് നോക്കി നടക്കുമ്പോഴും എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാനുള്ള ആ ഒരു അറിവ് കിട്ടാൻ വേണ്ടി അത് എപ്പോഴും അപ്പച്ചനുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ, ഇപ്പൊ നമ്മളിപ്പോ ഓരോന്നിനെ കുറിച്ചും വെറുതെ പറയുന്ന പോലെ അല്ലാണ്ട് ആധികാരികമായി സംസാരിക്കാനായിട്ട് അപ്പച്ചന് എപ്പോഴും സാധിക്കും. ഇപ്പോഴും അതെ, ഇപ്പോഴും എത്ര വയ്യെങ്കിലും നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് അപ്പച്ചനോട് ചോദിച്ചു കഴിഞ്ഞാല് അപ്പച്ചന് അതിനെക്കുറിച്ച് അറിവുണ്ടാവും. അതൊരു വലിയ കഴിവാണ്. മമ്മീനെ കുറിച്ച് മമ്മി എപ്പോഴും ഭയങ്കര ഇങ്ങനെ, നമ്മളൊക്കെ ഇപ്പോഴേ വയ്യ എന്ന് പറയുമ്പോഴും മമ്മി ഇപ്പോഴും ഓടി നടന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് അന്നും അതെ, ഇപ്പോ നമ്മൾ 20ന്റെ ചെറുപ്പം എന്ന് പറയുമ്പോഴും ഇപ്പോ 70കളിലാണെങ്കിലും ആ ഒരു എനർജി അതാണ് മമ്മീനെ മുന്നോട്ട് നയിക്കണത്. അപ്പൊ അതൊക്കെ നമ്മള് നോക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ
ഈ 50 വർഷം എന്ന് പറയുമ്പോൾ നമ്മള് വിവാഹത്തിന് നമ്മള് എപ്പോഴും കേൾക്കണ ഒരു കാര്യമാണ്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത്. ഇതെല്ലാം ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഇവര് പരസ്പരം താങ്ങും തണലുമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് വിവാഹത്തിന് എപ്പോഴും കേൾക്കുന്ന ആ വാക്കുകള് അത് ഇവരുടെ ജീവിതത്തിൽ അവര് അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം അവർ അനുഭവിച്ചിട്ടുമുണ്ട്, അതിലെല്ലാം ഇവർ കൂടെ നിന്നിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ഈ ഒരു 50 വർഷത്തിന്റെ വിജയമായിട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യം. ഞങ്ങള് ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. പക്ഷെ ഈ വെക്കേഷൻസിന് നാട്ടിൽ വരുമ്പോ ഇവര് തരുന്ന ലവും കെയറും ദാറ്റ് ഈസ് ലൈക്ക് ഗ്രേറ്റ്. ഇറ്റ് മേക്സ് us ഫീൽ വെരി ഗുഡ്. പിന്നെ അപ്പാപ്പൻ അമ്മ പറഞ്ഞ പോലത്തെ വിസ്ഡം ആൻഡ് ഹിസ് നോളജ്. അപ്പാപ്പൻ ഓൾമോസ്റ്റ് ഈ നാട്ടിലും ഈ ദേശത്തിലും ഓൾമോസ്റ്റ് എവ്രിവെയർ ഹി നോസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. പിന്നെ മമ്മിക്ക് ഇങ്ങനെ പണി എടുത്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല. പിന്നെ ഇത്രേ ഉള്ളൂ. സ്മോൾ ലൈഫ് ബട്ട് ബ്യൂട്ടിഫുൾ. അപ്പനമ്മയും പറഞ്ഞ പോലെ എല്ലാ കാര്യമൊന്നും ഇവരുടെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുള്ളപ്പോ തൊട്ട് മെയിൻലി അറിയാവുന്ന അപ്പാപ്പനെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയില്ല. സപ്പോസ് ഒരു പ്രോഗ്രാമിന് പോയാൽ ആരാന്ന് ചോദിച്ചാൽ അപ്പാപ്പന്റെ പേര് പറഞ്ഞാൽ മതി, എല്ലാവർക്കും ഫുൾ ഡീറ്റെയിൽസ് അറിയാം. അപ്പാപ്പയുടെ പേര് ഇവിടെ എല്ലാവർക്കും അറിയാം. മമ്മി പിന്നെ പള്ളിയിൽ ലോഗോസ് ക്വിസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും മമ്മിയുടെ ഇത് അറിയാം. 1988 വിവാഹാലോചനയുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആണ് ജോസേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ജോസേട്ടൻ ഒരു കാരണവസ്ഥാനത്താണ് ഞാൻ അങ്ങേരെ കണ്ടത്. ഇവരുടെ അപ്പച്ചനുണ്ടെങ്കിലും അവരുടെ വീട്ടിലെ ഒരു പ്രധാന ആളെന്ന നിലയ്ക്ക് എപ്പോഴും ഒരു കാരണവരുടെ സ്ഥാനത്ത് തന്നെയാണ് ജോസേട്ടന് അന്നും എന്നും ആ ഭവനത്തിലുള്ള സ്ഥാനം. ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഏറ്റവും മുന്നിൽ നിന്നും ജോസേട്ടൻ തന്നെയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു ജീവിത അഭിലാഷമാണ് ഏത് ദമ്പതികളുടെയും. അതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുക എന്നത് തന്നെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു പ്രകടമായ തെളിവാണ്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതമാണ് ഏതൊരു വ്യക്തിക്കും ഉള്ളത്. ജോസേട്ടന്റെ അവരുടെ ദാമ്പത്യ ജീവിതത്തിനും സ്വാഭാവികമായും ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ തന്നെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിച്ച് 50-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. ജോസേട്ടനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി എനിക്കുള്ള അഭിപ്രായം, വളരെ ഇച്ഛാശക്തിയുള്ള, പ്രവർത്തന മികവുള്ള, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ മനസ്സിലാക്കാനുള്ള കാരണം, അദ്ദേഹം ഹിന്ദി വിദ്വാൻ പാസ്സായി ഒരു UP സ്കൂളിൽ അധ്യാപകനായി പ്രവേശിക്കുകയും അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഭാര്യ വീട്ടിലെ 2 ഭവനങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ പ്രവർത്തിച്ച് മുന്നേറുകയും ജീവിതത്തിൻ്റെ പടവുകൾ കടന്ന് ഒരു സെൽഫ് സഫിഷ്യൻസി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ, സെൽഫ് സഫിഷ്യൻസി ആയി എന്ന് അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് അദ്ദേഹം തുടർന്ന് പഠനം നടത്തുകയും B.Ed എടുക്കുകയും തൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച പ്രൊമോഷൻ സ്കൂളിൽ ലഭ്യമാക്കുകയും ഇതിനേറെ പ്രസിഡന്റിന്റെ അവാർഡ് വരെ വാങ്ങാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകൻ എന്നുള്ള പേരും പെരുമയും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും മാത്രം സമ്പാദിച്ചതാണ്. മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ സഹായത്തെക്കാൾ ഉപരി ഏതൊരു മനുഷ്യജീവനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രകടമായ ഗുണങ്ങളിൽ ഒന്നാണ് ജോസേട്ടനിലൂടെ നമുക്ക് നൽകിയ ആ സന്ദേശം. കഠിനാധ്വാനത്തിലൂടെ വ്യക്തി ജീവിതത്തിൽ ഉന്നതങ്ങൾ കൈയടക്കാൻ
അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് ഒരു കുടുംബ ജീവിതത്തിൽ സഹോദരങ്ങൾക്കും കൂടെയുള്ളവർക്കും ഒരു മാതൃകയായി തന്നെ സ്വീകരിക്കാവുന്നതാണ്. സാമൂഹ്യ മേഖലകളാണെങ്കിലും താൻ വിശ്വസിക്കുന്ന വിശ്വാസ മേഖലകളാണെങ്കിലും ജോസേട്ടൻ തനിക്ക് ഉതകുന്ന രീതിയിലുള്ള, തനിക്ക് കഴിയുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയിലാണെങ്കിലും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു വിജ്ഞാനപീഠം എന്ന സ്കൂളിൻ്റെ സ്ഥാപക കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി രംഗത്തുണ്ടാവുകയും തനിക്കുള്ള കഴിവുകളും തനിക്കുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭവനങ്ങളെ, തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളെ ഉയർത്താൻ പരിശ്രമിക്കുന്ന പോലെ നാടിനും ഇടവകയ്ക്കും നന്മ ചെയ്ത് വളർന്നു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മാതൃകയായി സ്വീകരിക്കാവുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജോസേട്ടൻ എന്ന് ഞാൻ പറഞ്ഞത്. ജോസേട്ടൻ്റെ വളർച്ചയിലേക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ച് ജോസേട്ടൻ്റെ വ്യക്തിപരമായൊരു വളർച്ചയെക്കുറിച്ച്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ചേരുന്ന ദാമ്പത്തിക ജീവിതമാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ജോസേട്ടൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹം നേടിയെടുത്ത ഔദ്യോഗിക തലത്തിലെ ഈ നേട്ടങ്ങൾക്ക് കുടുംബമായതിനു ശേഷമുള്ള തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ എങ്ങും താങ്ങും തണലുമായി എപ്പോഴും നല്ല സപ്പോർട്ടായി നിന്ന ഒരാള് കുടുംബിനിയെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്, സഹധർമ്മിണിയെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെ ഭാര്യ സഹോദരിയാണ്. ഇന്ന് അവർ 50 വർഷങ്ങൾ പിന്നിട്ട്, ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷകരമായ 50 വർഷങ്ങൾ പിന്നിട്ട് മുന്നേറുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കട്ടെ. അവർ മൂലം വരും തലമുറയ്ക്കും സമൂഹത്തിന് മാതൃകയാകുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ആയുസ്സാരോഗ്യവും തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ വിവാഹമായിരുന്നത്. ഞാനൊക്കെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ കയറുമ്പോൾ ശരിക്കും എനിക്ക് ഒരു അപ്പച്ചൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കണം, നടത്തി തരാനൊക്കെ വളരെ ഉത്സാഹത്തോടെ നിന്ന ആളാണ് ചേട്ടൻ. ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നു, അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാനോ ടീച്ചറുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ പഠിപ്പിക്കാനും ഞങ്ങൾ വളർത്താനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചേച്ചിയും ശരിക്കും എനിക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അവർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ വന്നതും അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവരോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈശോയ്ക്ക്. അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു ദുഃഖം അവരുടെ ജീവിതത്തിലുണ്ടായി. മൂത്ത മകൻ അകാലത്തിൽ വേർപെട്ടത് അവരെ തീരെ ദുഃഖത്തിൽ ആഴ്ത്തി. എങ്കിലും ഈ ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നും തൻ്റെ മേഖലകളിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നല്ലൊരു വായനാശീലമുള്ള ഒരു വ്യക്തിയെയാണ് ഞാൻ അദ്ദേഹത്തിലൂടെ കണ്ടേക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ ശേഖരിക്കുകയും അതൊക്കെ വായിക്കുകയും തനിക്ക് ലഭിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധാലുവാകുകയും ചെയ്തൊരു വ്യക്തിയാണ് ജോസഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മാതൃകയായി സ്വീകരിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജോസേട്ടൻ. പിന്നെ ഞങ്ങളിപ്പോൾ വിവാഹിതരായിട്ട് ഏകദേശം 38 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അവരുടെ അപ്പച്ചൻ, അമ്മ, സഹോദരങ്ങളെല്ലാം ഉള്ളപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ജോസേട്ടനാണ്. ജോസേട്ടൻ്റെ വാക്കുകളായിരുന്നു അവിടുത്തെ ഒരു ഫൈനൽ വേർഡ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. ജോസേട്ടൻ ഒരു തീരുമാനം എടുത്താൽ അത് അന്തിമമായൊരു തീരുമാനവും ഏവരും അംഗീകരിക്കുന്ന തീരുമാനമായിട്ടാണ് ഞാൻ അടങ്ങുന്ന മറ്റ് സഹോദരങ്ങൾ, ഭാര്യ സഹോദരങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസേട്ടൻ്റെ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്ക് സഹായമായി, സഹോദരങ്ങൾക്ക് സംരക്ഷണമായി വളർന്ന ഒരു വ്യക്തിയാണല്ലോ. പുള്ളി വളരുന്നതിനേക്കാൾ മുമ്പ് പുള്ളിയുടെ സഹോദരങ്ങളെ വളർത്തണമെന്ന ചിന്താഗതി മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം.
ഓർമ്മകൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു കുടുംബജീവിതത്തെ നമുക്ക് ഒരു മാതൃക കുടുംബജീവിതമായി തന്നെ പരിഗണിക്കാവുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും അവരുടെ നല്ല മനസ്സുകൊണ്ടും ജോസേട്ടനിൽ വിളങ്ങിയിരുന്ന സൽഫലങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് 50 വർഷങ്ങൾ പൂർത്തിയാക്കാൻ തമ്പുരാൻ അനുഗ്രഹിച്ചത് എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇനിയും മുന്നോട്ട് പോകാൻ, കുടുംബജീവിതത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും കൂടപ്പറപ്പുകളെക്കുറിച്ചൊക്കെ വലിയ കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും സംസാരിക്കുമ്പോൾ പുള്ളിക്ക് നമ്മളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പുള്ളി എപ്പോഴും പറയാൻ ആഗ്രഹിക്കുക. പുള്ളിയുടെ ആകുലതകളെക്കാളും ആശങ്കകളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ആകുലതകളും ആശങ്കകളെക്കുറിച്ച് അറിയുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനാണ് പുള്ളി എപ്പോഴും ജോസേട്ടൻ എപ്പോഴും പരിശ്രമിക്കാറ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ തങ്ങളോടൊപ്പമുള്ളവരെയും അല്ലെങ്കിൽ തങ്ങളെക്കാൾ മുതിർന്നവരെയും നയിക്കാനുള്ള നല്ലൊരു പ്രാപ്തനായ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും പരിജ്ഞാനവും വായനാശീലവും അതുവഴി ലഭിച്ച പ്രവർത്തന മികവുമാണ് ഇതിനൊക്കെ കാരണമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി സുവർണ ജൂബിലാവിൽ ആഘോഷിക്കുന്ന ചേട്ടനും ചേച്ചിക്ക്, അവരുടെ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, എല്ലാവർക്കും ഇവരുടെ ഈ സന്തോഷത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും ആശംസകളും നേർന്നു. ദൈവം ഇരുവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഈ പെരുമായം ജോസ് മാഷ് എന്നൊക്കെ ഇഷ്ടംപോലെ ഇളയപ്പൻ്റെ മക്കളും ചേച്ചിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ ജസീന്ത ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ യു പിയിലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനായിട്ട് വന്നു, റിസോഴ്സ് പേഴ്സണായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടിനും റിസോഴ്സ് പേഴ്സണായി അവിടെ ചെന്ന അന്ന് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിലാണ് ടീച്ചറുടെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ മോൾ ഇങ്ങനെ വർക്കിംഗ് ആന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു കല്യാണം ആലോചിച്ചുകൂടെയെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് വന്ന ഒരു കല്യാണാലോചനയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞങ്ങളങ്ങനെ വലിയ വീടുകളിലേക്കുള്ള കല്യാണമൊന്നും നടത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു, അങ്ങനെയല്ല, ഇത് നമ്മുടെ ഒരു മാഷും ടീച്ചറുമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവരെയൊക്കെ ഡിമാൻഡ് ഉള്ളിടത്തൊന്നും ഞങ്ങൾ കെട്ടിക്കില്ല എന്ന് പറഞ്ഞു. അത് അവർക്കൊരു ഡിമാൻഡും കാണില്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസീന്ത ടീച്ചർ എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ടീച്ചർ ഈ കല്യാണം നടക്കുന്നത് 2008 അപ്പോൾ ടീച്ചർ എനിക്ക് തോന്നുന്നു 1-2 കൊല്ലം മുമ്പെങ്ങാനും റിട്ടയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ള കൊല്ലങ്ങളിലൊക്കെ ജസീന്ത ടീച്ചർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ജോസ് മാഷ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജോസ് മാഷ് അവിടെ അത്രയ്ക്കും പ്രശസ്തിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ജോസ് മാഷ് 2000 എനിക്ക് തോന്നുന്നു 2003, 2004 വർഷത്തിലാണ് ജോസ് മാഷ്ക്ക് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ലഭിക്കുന്നത്. അപ്പോൾ മാഷ് പണ്ട് ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാഷ് അതിന് ഒരു ചെറിയ സംഭാവന ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി വന്നു. അതുവരെ ഈ ജോസ് മാഷൻ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ മിണ്ടിയിട്ടേ ഇല്ല. അന്ന് വന്നപ്പോൾ അന്ന് എച്ചം ഉണ്ടായില്ല. അപ്പോൾ സാറ് ആ പൈസ എന്നെയാണ് ഏൽപ്പിച്ചത്. അത് നടക്കണത് 2003, 2004 അവാർഡ് കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ ജോസ് മാഷ് ഞാൻ അറിയും, ജസീന്ത ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട്, മിണ്ടിയിട്ടില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫാന്ന് എനിക്കറിയില്ല. ഇവർക്ക് കുട്ടികളുണ്ടോ, എത്ര പേരുണ്ട്, ഇതൊന്നും അറിയാൻ ഉണ്ടായില്ല. ജോസ് മാഷെ വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഈ അവാർഡൊക്കെ കിട്ടിയപ്പോൾ സാധാരണ ഞങ്ങൾക്ക് പരിചയമുള്ള 1-2 പേർക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ വളരെ മോശം കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അവാർഡ് കിട്ടിയപ്പോൾ ഈ മാഷ് അന്ന് എൻ്റെ ആരുമല്ലല്ലോ, പക്ഷെ ഇങ്ങനെ അവാർഡ് കിട്ടിയപ്പോൾ ആ മാഷ്ക്ക് അത് ശരിക്കും അർഹതയുള്ളതാണ് കേട്ടോ. കാരണം മാഷ് പൊതുരംഗത്തും
ഒക്കെ പ്രവർത്തിക്കേണ്ട ആരും മാഷയെ പറ്റി മോശമായിട്ട് ഒരിക്കലും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പം നന്നായി പഠിപ്പിക്കുന്നു, സാമൂഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടണു. അങ്ങനെയൊക്കെ ഈ മാഷയെ പറ്റി ഒരു അറിവ് എനിക്കുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതങ്ങനെ തീർന്നു, ആ അധ്യായം അങ്ങനെ തീർന്നു. മാഷ് റിട്ടയർ ചെയ്തു, ടീച്ചർ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു, പിന്നെ കാണാറില്ല. അത് കഴിഞ്ഞാണ് ഈ കല്യാണാലോചന വന്നേ പിന്നെയാണ് ഇങ്ങനെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എങ്ങനെയാന്ന് നമുക്കങ്ങനെ ബാക്കി ചുറ്റുപാടുകളെ പറ്റി അറിയില്ല. മാഷെ കാണുമ്പോൾ വളരെ ഹൈഫൈ ആണ്, ഇനിയിപ്പോൾ അവരെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടനോട് ഞാൻ വന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ കണ്ടിട്ടുണ്ട്, ചേട്ടൻ അറിയുകയും ചെയ്യും. പക്ഷെ ഈ അവാർഡ് കിട്ടിയത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. മാഷെ കണ്ടാലും അറിയും. ഇവരും സംസാരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചേട്ടന് കേട്ടപ്പോൾ ആളെയൊക്കെ മനസ്സിലായി. അപ്പോൾ അവരോട് ഇങ്ങനെ ഈ ടീച്ചറോട് തന്നെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഈ ഉള്ളത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി, പിള്ളേർക്ക് 3 പേർക്കും കൂടിയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേർക്ക് ആഭരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ചോദിക്കുന്നവർക്ക് അവരെ കെട്ടിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. മാഷ്ക്ക് ഒരു ഡിമാൻഡും ഇല്ല, ഇന്ന് വരെ ഒരു ഡിമാൻഡും അവരാരും വെച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്യാണാലോചനയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ച് അവർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, വന്ന് കണ്ടാലും ഈ പയ്യൻ വർക്ക് ചെയ്യണത് ബാംഗ്ലൂരാണല്ലോ. ഇവിടെ ഞാൻ എൻ്റെ ആളുകൾ എടാട്ടുണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല പിള്ളേരാണ്, 3 പേരും നല്ല മിടുക്കരാണ്, നല്ല സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നാട്ടിലല്ലേ, പുറത്തെ കാര്യം അറിയില്ലല്ലോ. അപ്പോൾ ചേട്ടൻ തന്നെ മാഷോട് ബാംഗ്ലൂരിലെ അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചോ, അന്വേഷിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മൂത്ത പെങ്ങളുടെ മകൻ അന്ന് ബാംഗ്ലൂരാണ്, ഇന്ന് പുള്ളി ദുബായിലാണ്. അപ്പം അന്ന് ബാംഗ്ലൂർ അറിഞ്ഞിട്ട് പുള്ളി അവിടെ പോയി സകലമാന വിധത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ട് പുള്ളി കണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു, ചാച്ചൻ എന്തായാലും അവനെ വരുത്തണം, എന്നിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് വരുത്തി. അങ്ങനെ ഒരു ചെറുക്കനെ കാണാൻ വന്നോളൂ. അങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ വളരെ സന്തോഷമായിട്ട് ദൈവത്തിന് എന്നും നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഞാൻ മാഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ല, ആളെ അധികം നേരിട്ടുള്ള പരിചയമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മാഷ്ക്ക് അവാർഡ്, സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. പിന്നെ എൻ്റെ അപ്പൻ്റെ സഹോദരിമാരെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്, എടാട്ട്. അവരുമായിട്ടും ഞാൻ ഈ മാഷയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. പിന്നെ ഇവളുടെ സ്വന്തം വീട് നേരത്തെ പറഞ്ഞതുപോലെ എടനാടാണ്, ഇപ്പോൾ പ്രസന്നപുരം എന്നറിയപ്പെടുന്നത്. അവരുടെ വീട്ടുകാരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഈ കല്യാണം തുടരാം, കല്യാണത്തിൻ്റെ ആലോചനകൾ തുടരാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് പുള്ളി ഒരു നല്ല അധ്യാപകനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കിട്ടിയ ആൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിലേ അത് കിട്ടുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഉപരി എടനാട് ശ്രീമൂലനഗരം മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് സത്യത്തിൽ അല്പം പോലും അതിശയോക്തി ഇല്ലാത്ത രീതിയിൽ പറയാൻ പറ്റും. അവിടെയുള്ള പല സൊസൈറ്റികളായാലും ഏതോ ഒരു ഹോസ്പിറ്റലായാലും ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയേറെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോസ് മാഷ്. അങ്ങനെയുള്ള അറിവുകൾ വെച്ചാണ് ഈ കാര്യങ്ങൾ മകളെ അവിടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ. അത് നമ്മൾ എന്ത് ആഗ്രഹിച്ചുവോ ആ ആഗ്രഹത്തിൻ്റെ 100% ഫലവത്തായ ഒരു കുടുംബജീവിതമാണ് എനിക്ക് അവരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. എപ്പോൾ ചെന്നാലും മാഷായാലും ടീച്ചറായാലും
അവന്റെ സംസാരം കേട്ടാൽ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും. മാഷാണെങ്കിൽ പിന്നെ ഒരു പൊതുപ്രവർത്തകനൊക്കെ ആയതുകൊണ്ട് നാടിനും വീട്ടിനും എല്ലാവർക്കും ജനസമ്മതനായ ഒരു വ്യക്തിയാണല്ലോ. പിന്നെ ആള് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയാണ് മാഷ്. അപ്പോൾ ഓരോ ടോപ്പിക് എടുത്താലും മാഷിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ കേട്ടിരുന്നു പോകും. രണ്ടുപേരും അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നില്ല. ചെന്നിരിക്കാൻ നല്ല സന്തോഷമാണ് അവിടെ ചെന്നിരിക്കാനുള്ളത്. മാഷെ പറ്റി പറഞ്ഞാല് നാട്ടിലെ ഒരു പ്രമാണി തന്നെയായിരുന്നു. കാരണം ഏറ്റവും നല്ലൊരു രാഷ്ട്രീയക്കാരൻ, നല്ലൊരു അധ്യാപകൻ, നല്ല ഇഷ്ടംപോലെ സഹപാഠികളും അതുപോലെയുള്ള ഫ്രണ്ട്സും. ആ നാട്ടിൽ എന്ത് കാര്യവും തീരുമാനിക്കുന്നത് പഴയ കാലത്ത് മാഷായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അത്രയും നല്ലൊരു പ്രവർത്തകനായിരുന്നു. പൊതുവെ ജനസമ്മതൻ. എന്തുകൊണ്ട് നോക്കിയാലും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോരാൻ ബുദ്ധിമുട്ടാണ്. അത് പിള്ളേര് തൊട്ട് പ്രായമുള്ളവർ വരെ ചെന്നാലും അവരോട് സംസാരിക്കാനും സമയം പോകാനും മാഷ് വായ തുറന്നാൽ പിന്നെ അടയ്ക്കില്ല. എത്ര വേണമെങ്കിലും വർത്താനം പറഞ്ഞോളും. എല്ലാ സബ്ജക്റ്റിനെ പറ്റി നല്ല അറിവും വിവരവും വിവേകത്തോടും കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല. യാത്രയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ചെന്നാൽ നല്ലൊരു അന്തരീക്ഷവും സമയം പോകാൻ എളുപ്പ വഴിയും ഉള്ളൊരു സ്ഥലമാണ്. ടീച്ചറായാൽ അതുപോലെ തന്നെ മാഷെ പോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടുള്ള പെരുമാറ്റവും സംസാരവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ഓരോ വിശേഷങ്ങൾ പറയാനും നാട്ടുവിശേഷമായാലും വീട്ടുവിശേഷമായാലും ഓരോന്ന് പറയുമ്പോൾ നമുക്ക് രസമാണ് കേട്ടിരിക്കാനായിട്ട്. രണ്ടുപേരും അതെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആദ്യത്തെ ബന്ധു കൂടിയാണ്. മൂത്ത മോളുടെ വീടായതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം അത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എപ്പോഴും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും പെരുമാറ്റവും രസകരമാണ്. അതുകൊണ്ട് അവിടെ പോകാൻ സന്തോഷമാണ്. ഇപ്പൊ ഇത്രയും ദൂരം തന്നെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ മക്കളെ കാത്തിരിക്കും. അവര് വരുമ്പോഴാണ് ഇടയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഏറ്റവും സമയം ചെലവഴിക്കാനും സംസാരിച്ചിരിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എടാട്ട് ഞങ്ങളുടെ മാഷിന്റെ വീട്. എനിക്ക് അപ്പച്ചൻ്റെയും അമ്മയുടെയും ഈ വിവാഹ ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ മെയിനായിട്ട് തോന്നുന്ന ഒരു കാര്യം പവർ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ ശക്തി. അതെന്താണെന്ന് ഞാൻ ആക്ച്വലി അപ്പച്ചൻ്റെ ഒരു ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു പ്രതികരണങ്ങളോ അപ്പച്ചൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ അമ്മയുടെ ആയാലും ഞങ്ങളുടെ ആയാലും അതിൻ്റെ ഒരു ശക്തി എന്താണെന്ന് ഞാൻ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അപ്പച്ചൻ മമ്മിയെ ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ ശകാരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭദ്രത തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ ആണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഒന്ന് പവർ ഓഫ് സൈലൻസ് ആൻഡ് മറ്റേത് ആക്ച്വലി നിശബ്ദത, അല്ലെങ്കിൽ എന്താ പറയുക, ശകാരിക്കാതിരിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പകർത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇനി അതെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവിധ ആശംസകളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം ആലോചിച്ച് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ദൈവവിശ്വാസമുള്ള ഒരു ഫാമിലി, അങ്ങനെ നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലായത് ഇവിടെ മമ്മിയും അപ്പച്ചനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ പറയുകയാണെങ്കിൽ മമ്മീനെ പ്രത്യേകിച്ചും ഒരു പ്രത്യേക വിശ്വാസമാണ് മമ്മിക്ക്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡീപ്പ് ഫെയ്ത്ത് ആണ് മമ്മിയിൽ ഞാൻ കണ്ടിരിക്കണേ. ഒരുപാട് വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും എന്നെ കൊണ്ടാണെങ്കിൽ പറ്റില്ല അങ്ങനെ അത്ര ഒരു സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാനായിട്ട്. എപ്പോഴും മമ്മി പറയാറുമുണ്ട്, അതായത് ദൈവത്തിൽ വിശ്വാസം, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടാവും, ദൈവം കാത്തോളും. അങ്ങനെ എത്ര തകർന്നു പോകുന്ന നിമിഷത്തിലാണെങ്കിൽ പോലും അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് മമ്മി. ഞാൻ മമ്മിയെ പറ്റി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വിചാരിച്ച ഓക്കെ ഓഫ് കോഴ്സ് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ
ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ, ഉള്ളിൽ നിന്ന് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അങ്ങനെ ഒരു, അതാണ് എനിക്ക് കിട്ടിയ ഒരു പ്രത്യേകമായ തിരിച്ചറിവ്. അങ്ങനെ ഒരിക്കലും എന്നെ കൊണ്ടാവാൻ പറ്റേയില്ല അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ഒരു ദുർഘട നിമിഷം വന്നാലും ദൈവത്തിന് സമർപ്പിച്ച് അങ്ങനെ അങ്ങനെ ശക്തിയോടെ നിലനിൽക്കാനായിട്ട് മമ്മിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു ഭദ്രത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടു അപ്പച്ചൻ ആൻഡ് മമ്മി. പ്രിയപ്പെട്ട ജോസേട്ട, കുഞ്ഞേച്ചി, വിവാഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഹൃദയം നിറയെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ഞങ്ങൾ ആശംസിക്കുകയാണ്. ദാമ്പത്യത്തിന്റെ വിജയകരമായ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഞങ്ങളുടെ വല്യേട്ടനും ചേച്ചിക്കും എല്ലാവിധ മംഗളാശംസകളും. ഹാപ്പി ആനിവേഴ്സറി. വിവാഹത്തിന്റെ സുവർണ ജൂബിലി നിലനിൽക്കുന്ന അപ്പച്ചനും മമ്മിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഇതുപോലെ തന്നെയാണ് ജൂബിലി ആഘോഷിക്കുമ്പോൾ മൂത്ത മകൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അപ്പാപ്പൻ്റെയും അമ്മാമ്മമാരുടെയും കൂടെ മക്കളുടെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ജൂബിലി സ്വർഗത്തിൽ ഇരുന്ന് അവരാഘോഷിക്കുന്നു. സ്നേഹത്തോടു കൂടി 2 അനുജന്മാരും കൂടി എത്രയോ കാര്യമായിട്ടാണ് അപ്പച്ചൻ്റെയും അമ്മയുടെയും ജൂബിലി ആഘോഷിക്കുന്നത്. അവർ എത്ര ഔദാര്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവർ എല്ലാവരോടും പെരുമാറിയിരുന്നത്. ആ സ്നേഹവും കാരുണ്യവും ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥന നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. വിവാഹത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ച, മമ്മി, ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. എല്ലാവിധ ആശംസകളും. ഹാപ്പി ജൂബിലി അപ്പച്ച, മമ്മി. എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞേച്ചിയുടെ ചേട്ടൻ്റെയും ജൂബിലിയുടെ ആശംസകൾ പറയാനായിട്ട്. ഇപ്പോൾ 2 പേർക്കും ജൂബിലിയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥന പ്രത്യേകം ഓർത്തേക്കാം. യോസിയുടെയും ജസിൻ ചേച്ചിയുടെയും വിവാഹം നടന്നതിൻ്റെ 50ാം വാർഷികമായിട്ട് ജൂബിലി ആയിട്ട് ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അവർക്ക് ചേട്ടനും ചേച്ചിക്കും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം ദൈവം കനിഞ്ഞരുളി നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ വിവാഹ ജൂബിലിയുടെ എല്ലാവിധമായ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിവാഹത്തിന്റെ 50ാം വർഷം ആഘോഷിക്കുന്ന കുഞ്ഞേച്ചിക്കും ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കാൻ അനുഗ്രഹിച്ച ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വിവാഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അങ്കിൾക്കും ആന്റിക്കും എല്ലാവിധ ആശംസകളും അതോടൊപ്പം പ്രാർത്ഥനകളും ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. അപ്പം ഈ അവസരത്തിൽ അവരുടെ വിവാഹത്തിൻ്റെ 50ാം വർഷമാണ് ഇവിടെ ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടണത്. അപ്പോൾ ആ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. വിവാഹ ജീവിതത്തിൻ്റെ 50ാം വർഷം ആഘോഷിക്കുന്ന ജോസ്മാഷ്ക്കും ജസീന്ത ടീച്ചർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും നൽകുന്നു. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ്മാഷ്ക്കും ജസീന്ത ടീച്ചർക്കും മാളിയേക്കൽ കുടുംബത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കാൻ വേണ്ട ദൈവാനുഗ്രഹം തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന പ്രിയപ്പെട്ട ജോസേട്ടനും ചേച്ചിക്കും സുവർണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും. എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ കർത്താവ് ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ, സലീം പൊളച്ചൻ. വിവാഹ ജീവിതത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ വല്യേട്ടനും ചേച്ചിക്കും എല്ലാവിധ മംഗളാശംസകളും.